ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി നിരവധി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അതല്ലാതെയും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, സർജറി, റേഡിയേഷൻ എന്നിവയെല്ലാം ക്യാൻസറുടെ ഓരോ ചികിത്സാ രീതികളാണ്. അപ്പോൾ കീമോതെറാപ്പിയെ പറ്റി സമൂഹത്തിൽ ഇപ്പോഴും ഒരുപാട് രീതിയിലുള്ള സ്റ്റിഗ്മയുണ്ട്, ഒരുപാട് രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതായത് കീമോതെറാപ്പി എടുക്കുമ്പം അത് വളരെ പെയിൻഫുൾ പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് ഒരുപാട് ചൂടുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ ധാരണകൾ സമൂഹത്തിലുണ്ട്. നമുക്കിന്ന് കീമോതെറാപ്പി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, കീമോതെറാപ്പി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് നോക്കാം. കീമോതെറാപ്പി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ക്യാൻസറിന് എതിരെ വർക്ക് ചെയ്യുന്ന ചില മരുന്നുകളാണ്. കീമോതെറാപ്പി നമുക്ക് ഇഞ്ചക്ഷൻ രീതിയിലും ഡ്രിപ്പ് വഴിയും അതുപോലെ ഓറൽ ടാബ്ലറ്റ്സ് വഴിയും നമ്മൾ മസിലിനകത്തോട്ടും അങ്ങനെ എല്ലാം പല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇഞ്ചക്ഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ഡ്രിപ്പ് മാത്രമല്ല കീമോതെറാപ്പി, ഓറൽ കീമോതെറാപ്പിയുമുണ്ട്. ഈ കീമോതെറാപ്പി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരം കീമോതെറാപ്പി മരുന്നുകളുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം കീമോതെറാപ്പി മരുന്നുകൾ ഓരോ ക്യാൻസറിന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 4 കീമോ മരുന്നുകളൊക്കെ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് ഓരോ ക്യാൻസറിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കീമോ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബയോസേഫ്റ്റി ക്യാബിനറ്റ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ബയോസേഫ്റ്റി ക്യാബിനറ്റിനകത്താണ് കീമോതെറാപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട്, സേഫായിട്ട്, സ്റ്റെറൈലായിട്ട് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം നമുക്ക് കീമോതെറാപ്പി പല രൂപത്തിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പം പൗഡർ ഫോമിൽ അവൈലബിൾ ആയിരിക്കും, ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടിരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് ഓരോ മരുന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ചിലതൊക്കെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു, ചിലത് ഡൈല്യൂട്ട് ചെയ്യാതെ നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സേഫായി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും കീമോതെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, കീമോതെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് വലിയ മെഷീൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ കൊടുക്കുന്ന ഡ്രിപ്പുകളാണ് കീമോതെറാപ്പി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സേഫായിട്ട് കാനുലേറ്റ് ചെയ്ത്, അതായത് കാനുല കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല കീമോതെറാപ്പി. പിന്നെ കീമോതെറാപ്പിയുടെ ദൈർഘ്യം, അത് ചില കീമോതെറാപ്പി, ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത കീമോതെറാപ്പി അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു ഡ്രിപ്പാണ്. ചിലത് നമ്മൾ തൊലിയിലടിയിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. എന്നാൽ ചിലത് നമ്മൾ കണ്ടിന്യൂസ് ആയി ഡ്രിപ്പ് വഴി നമ്മളൊരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഈവൻ 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയി കൊടുക്കുന്ന കീമോതെറാപ്പി മരുന്നുകളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നല്ല, ഓരോന്നും വ്യത്യാസമാണ്. അത് നിങ്ങളുടെ ഓങ്കോളജിസ്റ്റിനടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായ ഇൻഫോർമേഷൻ അതുവഴി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കീമോ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രിപ്പ് രീതിയിലാണ് പ്രധാനമായിട്ട് കീമോതെറാപ്പി എല്ലാം കൊടുക്കുന്നത്. അത് നമ്മൾ കയ്യിലൂടെ കൊടുക്കാൻ സാധിക്കും, കാലിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. പരമാവധി നമ്മൾ കയ്യിലൂടെയാണ് ഡ്രിപ്പ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കാനുല ഇടുന്നത് പോലെ കാനുല ഇട്ട് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ സമാധാനിപ്പിച്ച് അവരടുത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഏകദേശമുള്ള ഒരു 80% കീമോയും നമ്മൾ IV ഡ്രിപ്പ് പോലെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കീമോതെറാപ്പി എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല. നമുക്ക് ഈ ഡ്രിപ്പ് വഴി കൊടുക്കാൻ പറ്റുന്ന നമ്മളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാനുല ഇട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുന്നുണ്ടാവുക.